അയ്യപ്പൻ ചേട്ടാ, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM-നെതിരെ ഗുരുതര വെളിപ്പെടുത്തലുകളാണ്, കണ്ടെത്തലുകളാണ് EDയുടെ കുറ്റപത്രത്തിലുള്ളത്. ഒരു വേള ആ പാർട്ടിയുടെ അസ്തിത്വം തന്നെ ഇല്ലാതെയാകുന്ന രീതിയിലേക്ക് കൂടി ആ കാര്യങ്ങൾ ഈ ഒരു തട്ടിപ്പ് കേസ് വഴി എത്തിയിട്ടുണ്ട്. നമ്മൾ പുറമേക്ക് പിണറായിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ അസ്തിത്വം ഇല്ലാതെയാകുന്നു എന്നൊക്കെ വിലപിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു കാര്യം കൂടി അതിൽ വരുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടിയെ അന്വേഷണ സംഘം പ്രതി ചേർത്തിട്ടുണ്ട് എന്നത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിയാകുന്ന കേസുകൾ വേറെ ഇല്ല എന്ന് പറയുന്നു. അതുപോലെ ഗുരുതര കണ്ടെത്തലുകൾ, അത്തരത്തിലൊരു എന്താണ് ഭീകരമായ രീതിയിലുള്ള കണ്ടെത്തലുകളാണ്. നമ്മൾ പറയില്ല, അതിഭീകരമാണ് പാർട്ടിക്കെതിരെ വന്നിട്ടുള്ള ആരോപണം. അല്ല, അതിങ്ങനെ ചുമ്മാ പറഞ്ഞു കളയാൻ കഴിയില്ല. ഈ പറയുന്ന കാര്യം അത്ര നിസ്സാരപ്പെട്ടൊരു സംഗതി അല്ല. CPM എന്ന് പറയുന്ന പാർട്ടി 6 ലക്ഷത്തിലധികം അംഗങ്ങളുള്ള ഒരു പാർട്ടി. ഇപ്പോൾ കേരളത്തിൽ മാത്രം ഭരണത്തിലിരിക്കുന്നു എന്ന് പറയുമ്പോഴും അവർക്ക് അങ്ങനെ കണ്ടൊരു അപ്രമാദിത്വം ഇന്ത്യയിൽ ആകെ മൊത്തത്തിൽ നഷ്ടപ്പെട്ടു പോയെന്ന് അവർ തന്നെ ചിന്തിക്കേണ്ടതാണ്. ഇപ്പോൾ അവരുടെ അംഗീകാരം പോവുക എന്ന് പറഞ്ഞാൽ, പ്രജിത ഇപ്പോൾ പറഞ്ഞതുപോലെ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് ഈ രീതിയിൽ, അതായത് ഒരു അലിഗേഷൻ അവർക്ക് ഉണ്ടായി, അവരിപ്പോൾ തോറ്റു അല്ലെ, മദ്യനയവുമായി ബന്ധപ്പെട്ട് തോറ്റു എന്ന് പറഞ്ഞു, അവരെ പരാജയപ്പെട്ടു. AAP എന്നൊക്കെ പറഞ്ഞാൽ വന്നിട്ട് എത്ര കൊല്ലമായി? ആ പാർട്ടി നിന്ന് എത്ര കൊല്ലമായി പാർട്ടിയാണ്? കൂടിപ്പോയാൽ ഒരു 15 കൊല്ലം അല്ലേ, 15 20 എന്ന് വെച്ചോ. CPM എന്ന് പറയുന്ന പാർട്ടി എത്ര കൊല്ലമായി കേരളത്തിലുള്ള ഒരു പാർട്ടിയാണ്. കേരളത്തിൽ പോയിട്ട് ഇന്ത്യക്കകത്തുള്ള എത്രയോ വലിയ വലിയ നേതാക്കൾ ഈ പാർട്ടിയുടെ അമരത്തുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ഈ കേരളത്തിൽ ഇത്തരത്തിലൊരു വമ്പൻ തട്ടിപ്പ്, അതായത് കയറൂരി വിട്ടെന്ന് പറയാം, ഒരു കയറൂരി വിടലാണ് ഇത് നടന്നിരിക്കുന്നത്. അതായത് അഴിമതി നടത്തിക്കോളൂ എന്ന് പറഞ്ഞ അഴിമതി നടത്തിക്കോളൂ എന്നല്ല പ്രജിത. അതായത് ഈ സഹകരണ പ്രസ്ഥാനത്തിലൂടെയാണ് CPM വളർന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കൊച്ചു സൊസൈറ്റികൾ വഴി അവർ വായ്പ കൊടുത്തും അങ്ങനെയാണ് ആൾക്കാരെ പാർട്ടി അവർ നിർത്തിയിട്ടുള്ളത്. അവർ തന്നെ അവരുടെ അസ്ഥിവാരം തോണ്ടുന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ പോയത്. ഇതിൻ്റെ നാൾ വഴികൾ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ ഇത് CPM-ന്റെ ഒരു വിഭാഗം ആൾക്കാർ തന്നെ തീരുമാനിച്ചതാണ് ഇത്തരത്തിൽ കേന്ദ്രത്തിൽ ഇങ്ങനെ ഒരു അന്വേഷണ ഏജൻസിയെ കൊണ്ട്, സാമ്പത്തിക തട്ടിപ്പ് അന്വേഷിക്കുന്ന ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണം എന്ന് CPM-നകത്ത് അറിഞ്ഞും അറിയാതെ, അല്ലെങ്കിൽ അറിഞ്ഞു തന്നെ ഒരു വിഭാഗത്തിൻ്റെ നീക്കമായിരുന്നു ഈ ബാങ്ക് തട്ടിപ്പ് എന്നുള്ള കാര്യം വളരെ ഉറപ്പാണ്. ഈ ഒരു കരുവന്നൂർ ബാങ്ക് മാത്രമല്ല, കേരളത്തിലുടനീളം വമ്പൻ തട്ടിപ്പ് ഈ പാർട്ടി നടത്തി എന്നുള്ളത് ഇനി വരും കാലത്ത് നമുക്ക് അറിയാൻ കഴിയും. കാര്യം ഈ കേസിനെ സംബന്ധിച്ച് CBI വരുമെന്ന് ഇവരിപ്പോൾ പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണം ക്രൈംബ്രാഞ്ച് സർക്കാർ, നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഇത് EDയെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് പല ടീമിനെ വെച്ച് ഈ സർക്കാർ ഈ കേസ്, ഈ കരുവന്നൂർ ബാങ്കിലെ സാമ്പത്തിക തട്ടിപ്പിനെ ക്രൈംബ്രാഞ്ചിലെ പല ടീമിനെ വെച്ചിട്ട്, എന്നിട്ട് ഈ ക്രൈംബ്രാഞ്ചിൻ്റെ ടീമെന്ന് പറയുന്നത് ഈ നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെ പോലെ അങ്ങനെയൊക്കെ അങ്ങ് പോയി, ഒരു വെള്ളിയാഴ്ച ഇല്ലാത്ത പോലെയൊക്കെ പോയിട്ട് അങ്ങനെ അങ്ങ് പോയി, പിന്നെ അതങ്ങ് തീരുക. അന്വേഷണ കമ്മീഷൻ വെക്കുന്നു, അതിനകത്ത് അവരെ പാർട്ടിക്കാരെ ഉൾപ്പെടുത്തുന്നു. അതിലൊന്നും കാര്യമില്ലല്ലോ, എല്ലാം ഇവരുടെ ആൾക്കാർ തന്നെ, പിന്നെ അന്വേഷണം എവിടെ പോകും? അതാണ് പറഞ്ഞത്. ഇപ്പോൾ ED അവരുടെ അന്വേഷണം സംബന്ധിച്ച് കുറ്റപത്രം സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കേരളത്തിലെ ഇവരെ ഏൽപ്പിച്ച മഹാരഥന്മാരായ നമ്മൾ പോലീസുകാരെയും കുറ്റം പറയണ്ട, കയ്യും കാലം കെട്ടിവെക്കുന്നത് മാത്രമല്ല, പോലീസ് സേനയിൽ കറപ്റ്റഡും തങ്ങളുടെ അടിമകളും പിന്നെ കറപ്റ്റഡ് ആയിട്ടുള്ളവരുടെ ലിസ്റ്റ്, അടിമകളുടെ ലിസ്റ്റ്, പിന്നെ അടിമകളല്ലാത്ത വ്യക്തിത്വമുള്ളവരുടെ ലിസ്റ്റ് ഇങ്ങനെ കാണും. ഇപ്പോൾ ഭരണത്തിൽ ഇരിക്കുമ്പോൾ വ്യക്തിത്വമുള്ളവരെയൊക്കെ അങ്ങ് മാറ്റിയിട്ട് ഇതിൽ നമ്മൾ ആ നടുക്കത്തെ പോർഷനിൽ പറഞ്ഞ അടിമകൾ എങ്ങെടുക്കും, മുളമൂട്ടിലെ അടിമയെ നീ ഈ പണി ചെയ്യും. അപ്പോൾ അടിമ എന്ത് ചെയ്യും? ഓ ശരി ഇറാൻ. അങ്ങനെ വരുമ്പോൾ ഇറാൻ അതങ്ങ് ചെയ്യുമ്പോൾ ഇതേപോലത്തെ കാര്യങ്ങളെ നടക്കുള്ളൂ. നമുക്ക് അവർ ഒരു തരത്തിലും കുറ്റം പറയാൻ കഴിയില്ല. കാര്യം അങ്ങനത്തെ ഭരണ സംവിധാനം. ഇതിപ്പോൾ ഇതിനകത്ത് വന്നേക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം CPM-ന്റെ ലോക്കൽ ഏരിയ ജില്ലാ തലങ്ങളിലുള്ള നേതാക്കൾക്കൊക്കെ തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തി. അത് ഓൾറെഡി നമ്മൾ വാർത്തകളിലൂടെയൊക്കെ മനസ്സിലാക്കിയതാണ്. പിന്നെ പറയുന്നത് ജില്ലാ കമ്മിറ്റി ചുമതലപ്പെടുത്തിയതനുസരിച്ച് ജില്ലാ സെക്രട്ടേറിയറ്റിലെ സീനിയർ അംഗം, അതായത് AK ചന്ദ്രനെയാണ് ഉദ്ദേശിക്കുന്നത്, ബാങ്ക് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു. ഈ സെക്രട്ടേറിയറ്റ് അംഗമാണ് വ്യാജ വായ്പകൾ നൽകുന്നതിന് നേതൃത്വം വഹിച്ചത്. തീർച്ചയായിട്ടും. പിന്നെ പറയുന്നത് ഇക്കാര്യം സെക്രട്ടറി സുനിൽ കുമാറിന്റെയും മാനേജർ ബിജു കരീമിന്റെയും മൊഴികളിൽ വ്യക്തമായിട്ടുണ്ട്.
അല്ല ഇടി കൃത്യമായി കുടഞ്ഞിട്ടുണ്ട്. അല്ല ഇടി കുടഞ്ഞത് മാത്രമല്ല, ഇത് ഒരു പരിധി കഴിയുമ്പോഴേ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഈ പാർട്ടി തന്നെയാണ് ഇഡിയെ കൊണ്ടുവരത്തക്ക രീതിയിൽ കാര്യങ്ങൾ അതെ, അതിനുള്ളിലുള്ള ഇത് പുറത്തു വരണം എന്ന് ഒരു പക്ഷമുണ്ട്. അത് ഇത് ഇങ്ങനെ കട്ട് തിന്നത് കണ്ട് മാത്രമല്ല പ്രീത, നമ്മളിപ്പോ ഈ പ്രവൃത്തി ചെയ്യുന്നവരെ അവരറിയാതെ ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നല്ലോ, ഒരു തെറ്റ് തന്നെ ആയിരുന്നാലും ഒരുപാട് ആവർത്തി വരുമ്പോൾ ഒരു കുറ്റബോധം സ്വയം ഉണ്ടാവുമല്ലോ. ആ കുറ്റബോധം മാത്രമാണ്. ഒരു തെറ്റ് നിരന്തരം ചെയ്തുകൊണ്ട് വരുമ്പോൾ എന്തെങ്കിലും ഒരിക്കൽ കുറ്റബോധം ഇല്ലെന്നുണ്ടെങ്കിൽ അവൻ മനുഷ്യനല്ല. ആ സത്യം. ഈ ബാങ്ക് മുച്ചൂട് മുടിച്ചതിനെ തുടർന്ന് മാത്രം പൈസ കൊടുക്കാനില്ലാതെ, ആവശ്യക്കാരനെ കൊടുക്കാനില്ലാത്തത് കൊണ്ട് എത്ര മരണമുണ്ടായി? തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് ആലോചിക്കണം. എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ഞാൻ പറഞ്ഞല്ലോ, ഒരു ഉളുപ്പില്ലാണ്ട് വീണ്ടും വീണ്ടും പ്രസംഗങ്ങളിൽ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്തിനാണ് അത് പറയുന്നത്? ആർക്ക്? തീർന്നല്ലോ, അതാ തീരാറായല്ലോ. പറയുന്നുണ്ട് അത് രാഷ്ട്രീയ വിരോധമാണ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതികൾ CPM സ്ഥാനാർത്ഥികളായിട്ട് വൻതോതിൽ പണമൊഴുക്കി. അതും നമ്മൾ കണ്ടതാണ്. ആർക്കൊക്കെ ആരുടെ കാറിൽ വന്നു, ആർക്ക് വേണ്ടി ജയ് വിളിച്ചു, ആർക്ക് വേണ്ടി പറഞ്ഞു എന്നുള്ളതും കണ്ടു. തീർച്ചയായിട്ടും അല്ലേ? എല്ലാം പ്രമുഖരാണ്. അതെ, അതാണ് ഏറ്റവും വലിയ വിഷയം. എല്ലാവരും അങ്ങ് പ്രമുഖന്മാരാണ്. പറയാൻ പറ്റൂല. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെതിരെ കേസ് വരും. അതൊരു വിഷയമാണ്. അല്ല, ഇതിപ്പോ CBI അന്വേഷണം വരുമെന്ന് പറഞ്ഞിട്ട് ഇവർ ഏർപ്പെടുത്തിയ ഇവരുടെ മുളമുട്ടി അടിമകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് അവരുടെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. CBI ഒക്കെ വന്നാണ്ടല്ലോ ആട്ടപടല പൂട്ടും. പാർട്ടി ആകെ വരണ്ടിരിക്കുവാണ്. 2 കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഒരു പാർട്ടിക്ക് നേരെ വരുന്നതെന്ന് ആലോചിക്കണം. പാർട്ടി ഈ കേസിൽ പെടുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കുക. CPM എന്ന് പറയുന്ന 68ാം പ്രതി ശേഷമേ ബാക്കിയുള്ളവർ വരുന്നുള്ളൂ. അപ്പോൾ പിന്നെ പറയുന്നു, ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ R ബിന്ദുവിനായിട്ടും കുന്നംകുളത്തെ AC മൊയ്തീനു വേണ്ടിയും പ്രചരണ വാഹനങ്ങൾ ഏർപ്പാടാക്കിയത് കേസിലെ മുഖ്യപ്രതികൾ. അതെ, പാർട്ടി ഫണ്ടിലേക്കുള്ള സംഭാവനയ്ക്ക് പുറമെ നേതാക്കൾ വ്യക്തിപരമായി പണം കൈപ്പറ്റി. പലതരത്തിലുള്ള സൗജന്യങ്ങൾ നേതാക്കൾ സ്വീകരിച്ചു. സ്വർണമായും വീടുപണിക്കുള്ള സഹായമായിട്ടും വാഹനമായും പാരിതോഷികം വാങ്ങിയിട്ടുണ്ട് എന്നാ പറയണ. വീടുപണിക്ക് വരെ വാങ്ങുന്ന മ്ലേച്ഛൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. കാട്ടിലെ തടി തേവരുടെ ആന വലിയുടെ വലിയ, അത്രയേ ഉള്ളൂ. അപ്പോ പിന്നെ പറയുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഗുരുതര, അതായത് ഇക്കാര്യങ്ങൾ കോടതി കൂടി ശരിവെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ CPM-നെതിരെ നടപടി വരാനുള്ള സാധ്യതയാണ്. അപ്പോൾ പാർട്ടിയുടെ അംഗീകാരം നഷ്ടപ്പെടുന്നത് ഉൾപ്പെടെയുള്ള നിയമ നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. പാർട്ടിയുടെ തെറ്റ് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. പാർട്ടിയുടെ അംഗീകാരം ആൾറെഡി പോയിരിക്കുമായിരുന്നു. കാര്യം മിനിമം ഇത്ര സീറ്റ് വേണമെന്നുണ്ടായിരുന്നല്ലോ. സ്റ്റാലിൻ്റെ കാരണം കൊണ്ടാണ് ഇപ്പോൾ കുറച്ച് സീറ്റ് എന്നൊക്കെ തമിഴ്നാട്ടിലേക്ക് കിട്ടിയത്. എങ്കിലും അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. പാർട്ടിയുടെയൊക്കെ അംഗീകാരം, അത് ചേട്ടാ തോറ്റിട്ട് പോട്ടെ, ഒരു കേസിൽപ്പെട്ട് പാർട്ടിയുടെ അംഗീകാരം നഷ്ടപ്പെടുത്തേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു പാർട്ടിയെ സംബന്ധിച്ച് എത്രത്തോളം പറയുന്നത് പാർലമെന്ററി തലത്തിൽ ഭരണം കിട്ടാതെ, അതാണ് തോറ്റിട്ട് പോട്ടെ എന്ന് പറഞ്ഞത്. അതായത് നമുക്ക് സീറ്റ് കിട്ടാതെ ഭരണം പോയി പ്രതിപക്ഷത്ത് തന്നെ എങ്ങനെ ഇരിക്കുന്നു ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ അവസ്ഥ. അത് നാച്ചുറൽ, രാഷ്ട്രീയത്തിൽ അത് നാച്ചുറലാണ്. ഇതെന്താണ്? അതാ ഞാൻ ചോദിച്ചത്. ഒരു കേസിൽ പ്രതിയാക്കപ്പെട്ട് പാർട്ടിയുടെ അംഗീകാരം നഷ്ടപ്പെടേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ഈ മ്ലേച്ഛന്മാർക്കൊന്നും ഇനിയും തിരിഞ്ഞു നോക്കാനുള്ള തിരിഞ്ഞു നോക്കാനുള്ള ഒരു മനസ്സില്ലേ? അല്ല, അതൊന്നും പ്രജിതയ്ക്കോ എനിക്കോ, അതായത് ഞാനെന്ന വ്യക്തിക്കോ പ്രജിതയ്ക്കോ ഉണ്ടാകുന്ന വിഷമമൊന്നും പിണറായി വിജയൻ ഉണ്ടാവില്ല, ഗോവിന്ദൻ ഉണ്ടാവില്ല, ഈ പാർട്ടിയുടെ ഇപ്പൊ പോളിറ്റ് ബ്യൂറോ ജനറൽ സെക്രട്ടറി നിൽക്കുന്ന ബേബിക്കും ഉണ്ടാവില്ല. അതെ, ഈ പാർട്ടി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഇവരൊക്കെ എങ്ങോട്ട് പോയി ചേക്കുക? പാർട്ടി ഇല്ലാതായി കഴിഞ്ഞാൽ ഇവർക്ക് വിഷമം ഉണ്ടാവില്ല. പുറകെ ഉള്ളവർ അയ്യോ ഞങ്ങൾ ഇനി എന്ത് എന്ന് പറഞ്ഞ് കൈകാലിട്ടടിക്കുക. എന്തെന്നറിയോ, ഞങ്ങൾക്ക് വെട്ടി പോക്കറ്റിലാക്കി ഇനി എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. കാര്യം ഇവർക്ക് വെട്ടി പോക്കറ്റിലാക്കി അവർക്ക് വയറ് നിറഞ്ഞ് അവർ പോയി. പുറകെ ഉള്ളവർ അയ്യോ പാർട്ടി ഇല്ലേ എന്ന് പറഞ്ഞ് കരയുന്ന എന്തിനാ? ഞങ്ങൾ എവിടുന്ന് വെട്ടും, ഞങ്ങൾക്ക് വെട്ടി എവിടുന്ന് കൊണ്ടുപോകാൻ പറ്റും? ചേട്ടാ, ഇപ്പോഴും പാർട്ടി അത്രമേൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരൊക്കെ മടയരാന്നേ, അതൊക്കെ മടയര. ആ കാലമൊക്കെ പോയി എന്നും അവരോട് ആക്ഷേപവും പരിഹാസവുമാണ് ഗോവിന്ദനും പിണറായിക്കുമുള്ളത്. അതുകൊണ്ട് ആ പാവങ്ങൾ ഇനിയെങ്കിലും ആ ചിന്തയൊക്കെ മാറ്റിവെച്ച് എന്തെങ്കിലുമൊക്കെ വേറെ കാര്യങ്ങൾ ചിന്തിക്കുന്നതാണ് നല്ലത്. പിണറായിയുടെ പരിഹാസവും ഗോവിന്ദൻ്റെ പരിഹാസവും ഒക്കെ എന്തിനാ അവർ കേൾക്കുന്നത്? വേറെ പണിയില്ലേ?